നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമുക്ക് വിധിച്ച സ്ഥലത്തേക്ക് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ എത്തിച്ചേർന്നിരിക്കും. എന്തായാലും അച്ഛന് സന്തോഷമുണ്ട്. ഇത്തരം കാര്യങ്ങളൊന്നും മോൾ ഇതുവരെ എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, എന്നെങ്കിലും ഒരിക്കൽ അച്ഛൻ എന്നെപ്പറ്റി അഭിമാനിക്കും. ഞാനൊരു ലക്ഷ്യത്തിൽ എത്തിക്കഴിയുമ്പോ ഞാൻ നടന്ന വഴികളൊക്കെ അച്ഛന് നല്ലതായിട്ട് തോന്നും. എന്നാ പിന്നെ ഞാൻ ഫോൺ വെച്ചോട്ടെ അച്ഛാ. സത്യത്തില് ഇത് ചോദിക്കാൻ വേണ്ടി തന്നെയാണോ മോൾ എന്നെ വിളിച്ചത്? ഏയ് അല്ലച്ചാ, ഞാൻ വിളിച്ചപ്പോ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ശരി. ആ നമസ്കാരം തിരുമേനി. നമസ്കാരം. തൊഴാൻ നിൽക്കുമ്പോ ഞാൻ തിരുമേനിയുടെ വാക്കുകളെ ശ്രദ്ധിക്കുകയായിരുന്നു. നല്ല ഉപദേശങ്ങൾ ആര് പറയുന്നതും ശ്രദ്ധിക്കണമെന്നാണല്ലോ. അതെ അതെ, അങ്ങനെയുണ്ട്. പക്ഷേ ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിച്ചു നിൽക്കുമ്പോ മനസ്സ് പൂർണ്ണമായും അവിടെ ആയിരിക്കണമെന്നുണ്ട്. ഭക്തരൊക്കെ ഇതുപോലുള്ള ഉപദേശത്തിന് എപ്പോഴും വിളിക്കുമായിരിക്കും അല്ലേ? ഇപ്പൊ ഞാൻ സംസാരിച്ചത് എന്റെ മോളോടാ. മോളെന്ത് ചെയ്യുന്നു? അവളുടെ വിവാഹം ഇപ്പൊ അടുത്ത് കഴിഞ്ഞതേ ഉള്ളൂ. ഇവിടെ അടുത്തുള്ള ഒരു വലിയ തറവാട്ടിലേക്കാ അവളെ കല്യാണം കഴിച്ചയച്ചത്. പയ്യന്റെ പേര് വരുൺ. തിരുമേനിയുടെ മോളുടെ പേര് പ്രിയങ്ക. പ്രിയങ്ക. അല്ല, ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ കുറച്ച് ദൂരെന്നാ. ഇവിടെ അടുത്തൊരു ആവശ്യത്തിന് വന്നപ്പോ അമ്പലത്തിനെ കുറിച്ച് പറഞ്ഞു കേട്ടു. എന്നാ തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ചു. എങ്കിൽ വരട്ടെ. ശരി, സന്തോഷം. ഞാൻ പറഞ്ഞതല്ലേ സോണിയ, കൂടെ കൂടെ എന്നെ വിളിക്കരുതെന്ന്. അന്വേഷിച്ച് നടന്നതിന്റെ ഉത്തരം കിട്ടിയാ വിളിക്കേണ്ട മേഡം. ശ്യാമ മേഡത്തിന്റെ ഛായയുള്ള പെൺകുട്ടി ശ്രീകൃഷ്ണപുരത്തെ പൂജാരിയുടെ മകളാ. റിയലി? ആ, ശ്യാമ മേഡത്തിന്റെ ഫോട്ടോ കണ്ട് ക്ഷേത്രത്തിൽ വന്ന ഒരു ഭക്ത അത് കൺഫേം ചെയ്തു. പിന്നെ ഞാൻ പൂജാരിയോട് നേരിട്ട് സംസാരിച്ചു. മകളുടെ പേര് പ്രിയങ്ക. ഈ അടുത്താണ് വിവാഹം കഴിഞ്ഞത്. ഭർത്താവിന്റെ പേര് വരുൺ. ഗുഡ്. ഇപ്പോഴാണ് സോണിയ പഴയ പോലീസുകാരിയായത്. ഒരു കാര്യം ചെയ്യ്, നേരെ പ്രിയങ്കയെ വിവാഹം കഴിച്ചിരിക്കുന്ന ആളുടെ വീട്ടിലേക്ക് പൊയ്ക്കോളൂ. അവളെ നേരിട്ട് കാണാം. ഓക്കെ മാഡം. എന്റെ വലിയൊരു തെരച്ചിലിനുള്ള ഉത്തരവാ സോണിയ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞ വലിയ വലിയ സമ്മാനങ്ങൾക്ക് സോണിയയ്ക്ക് അർഹതയുണ്ട്. താങ്ക് യു മാഡം. ഞാൻ ഇപ്പോ തന്നെ ബാക്കി ഡീറ്റെയിൽസ് കൂടെ തരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.